ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോസ്പൽ ചർച്ച് മീഡിയയോട് ബന്ധപ്പെട്ട് തിരുവചനവുമായി അല്പസമയം നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ചില നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മനുഷ്യൻ, ഞാൻ പറയാൻ പോകുന്ന ദൈവിക സന്ദേശത്തിന് മുമ്പായി മുഖവുരയായി മനുഷ്യൻ ആരാണ്, എന്താണ് ഒന്ന് മനസ്സിലാക്കേണ്ടതിനായി ചില വാക്കുകൾ പ്രസ്താവിക്കുന്നു. അദൃശ്യമായ ചിലതുണ്ട്. അത് ഒന്ന്, നമ്മുടെ ദൈവം അദൃശ്യനാണ്. അതുപോലെ തന്നെ സാത്താനും അദൃശ്യനാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യനും. മനുഷ്യൻ അദൃശ്യൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ ഒരു അദൃശ്യനാണ്. കാരണം ഈ ലോകത്തിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഞങ്ങൾ ജയിലിൽ മിനിസ്റ്റർ ചെയ്യുന്ന ആളുകളാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൈകൾ കൊണ്ട് ഒരു കുറ്റം ചെയ്താൽ ജയിലിൽ കിടക്കുന്ന ആളുകളെ നോക്കിയാൽ അവരുടെ കയ്യിൽ ബന്ധനങ്ങളില്ല, വിലങ്ങില്ല. കാലുകൊണ്ട് ദോഷപ്രവൃത്തി ചെയ്ത ഒരാൾക്ക് അവരുടെ കാലുകളിലും വിലങ്ങുകളില്ല. എന്നാൽ അവർ ജയിലിൽ കിടക്കുകയാണ്. ആരാണ് ഈ കുറ്റം ചെയ്തത്? ദൈവത്തിന് സ്തോത്രം. അവർ കുറ്റം ചെയ്തത് അവരുടെ ശരീരമല്ല, പിന്നെയോ അവരുടെ അകത്തെ ആളാണ്. അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യൻ. അതേതാണ്? മനുഷ്യൻ 3 ഘടകങ്ങളാണ്: ദേഹം, ദേഹി, ആത്മാവ്. അതിലേറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രസക്ത ഭാഗം മനുഷ്യൻ്റെ ദേഹിയാണ്. അവനാണ് ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. മനുഷ്യന് താമസിക്കാൻ ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ഒരു വാസസ്ഥലമാണ്, വീടാണ് യഥാർത്ഥത്തിൽ ശരീരം അവന് വീടായി ദൈവം നൽകി. അതുകൊണ്ട് വേദപുസ്തകത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കൂടാരമായ നിങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ എന്ന പൗലോസും, ശലോമോൻ പറയുന്നത് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. കണ്ടോ, വീട് എന്നുദ്ദേശിക്കുന്ന മനുഷ്യൻ്റെ ശരീരമാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, പുറമേ കാണുന്ന മനുഷ്യൻ്റെ ശരീരമല്ല മനുഷ്യൻ. അകത്ത് ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനാണ് മാന്യതയുള്ളത്, തീരുമാനശേഷിയുള്ളത്, തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്, നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുന്നത്. ഇതൊക്കെ യഥാർത്ഥ ഉള്ളിലെ മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ അകത്തെ മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യന് ദൈവത്തിന് സ്തോത്രം, ആ മനുഷ്യനെ സംബന്ധിച്ചാണ് മനുഷ്യന് രക്ഷ ആവശ്യമായിരിക്കുന്നത്. ശരീരത്തെ നമ്മൾ എത്ര സംരക്ഷിച്ചാലും തിരുവചനത്തിൽ പറയുന്ന പോലെ 50, 60, 70, 80 അവിടെ കൊണ്ട് ഏറെക്കുറെ നല്ല ഭാഗം അവസാനിക്കുകയാണ്. എന്നാൽ ശരീരമല്ല മനുഷ്യൻ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, മരിച്ചുപോയി എന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യൻ പോകുന്നത് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. കാരണം കാണാൻ കഴിയുകയുമില്ല. അപ്പോൾ ആ ശരീരത്തിൻ്റെ അകത്ത് പാർത്ത മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ. അവനാണ് പാപിയായി തീർന്നതും. ആ മനുഷ്യനാണ് അവൻ ആത്മീകനാണ്, ജഡീകനല്ല. വെറും ശരീരത്തിൽ ഉള്ള ജീവൻ മാത്രമല്ല, അകത്താണ് യഥാർത്ഥ മനുഷ്യനുള്ളത്. ആ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശുക്രിസ്തു 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്നത്. ആ യേശുക്രിസ്തു നമുക്ക് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതിനാൽ, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ, നമുക്ക് വേണ്ടി പകരം മരിച്ചതിനാൽ യേശു കർത്താവ് നമ്മുടെ മരണം മാറ്റി നമുക്ക് നിത്യജീവനെ നൽകി. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത് മുഖവരിയായി പറഞ്ഞ ചില വാക്കുകളാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്നാൽ തിരുവചനത്തിൽ നിന്ന് ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ആത്മീയ മനുഷ്യന് കാണാൻ കഴിയുന്ന കാഴ്ചയും കേൾപ്പാൻ കഴിയുന്ന ചെവികളും ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നിന്ന് അപ്പം അനേക ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ആ ശബ്ദത്തിന് മുമ്പിൽ ഒരാത്മീക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അപ്പോസ്തലനായ പൗലോസിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 11, 12 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. അതിനടുത്ത വാക്യം ഇങ്ങനെയാണ്: നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ ആലോചിച്ചു, പൗലോസിനെ കൊന്നുകളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. നോക്കുക, രാവിലെ പൗലോസ് കേൾക്കുന്ന ശബ്ദം തന്നെ കൊന്നുകളയും, തന്നെ ഇല്ലായ്മ ചെയ്യും എന്നുള്ള
തന്നെ കൊന്നുകളയാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം 40-ലധികം ആളുകൾ തീരുമാനമെടുത്തിരിക്കുക. എന്തുകൊണ്ട് പൗലോസിന് ഈ പ്രതിസന്ധിയിൽ നിൽക്കാൻ കഴിയും? അത് മറ്റൊന്നുമല്ല, ദൈവത്തിന് സ്തോത്രം, അതിന് മുമ്പ് ലോകത്തിൽ നിന്ന് കേട്ട തൻ്റെ ശബ്ദം തന്നെ ഇല്ലായ്മ ചെയ്യും, തകർത്ത് കളയും എന്ന് പറഞ്ഞ ആ വിഷയത്തിന് മുമ്പിൽ സ്തോത്രം, അതിൻ്റെ തലേന്ന് രാത്രിയിൽ താൻ കേട്ട ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ഇതാണ്: പൗലോസേ, നീ ഭയപ്പെടേണ്ട, നീ റോമിൽ എന്നെ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. അപ്പോൾ ഇപ്പോഴെങ്ങും തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കയില്ല എന്നുള്ളൊരു ദൈവിക സന്ദേശം പൗലോസ് ദൈവത്തിങ്കിൽ നിന്ന് കേട്ടു. അപ്പം ഞാൻ പറഞ്ഞ ലോകത്തിലെ നമുക്കെതിരെ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം, നാം ക്ഷീണിച്ചു പോകാത്തതിൻ്റെ കാരണം, നിരാശപ്പെടാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവശബ്ദം കേട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, തിരുവചനത്തിൽ നമ്മൾ ചെവിയെ സൃഷ്ടിച്ചു കൊടുത്ത നമ്മുടെ യേശു കർത്താവ് തന്നെ ഒരു വലിയ സന്ദേശം പൊതുജനത്തോട് സംസാരിച്ചിട്ട് യേശു പറഞ്ഞത്, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നോക്കുക, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും ചെവിയില്ലേ? കേൾവിയില്ലേ? എല്ലാവർക്കും കേൾവിയും ചെവിയുമുണ്ട്. പക്ഷേ യേശു കർത്താവ് പ്രസ്താവിച്ച ആ ആത്മീക സന്ദേശം കേൾക്കുവാൻ, അല്ലെങ്കിൽ ആത്മീകമായി കർത്താവ് പ്രസ്താവിച്ച ആ ഉപദേശം കേൾക്കുവാൻ അതിനൊരു ചെവി, ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവശബ്ദം കേട്ടാൽ തിരിയുന്ന ഒരു ചെവി നമുക്ക് ആവശ്യമുണ്ട്. ഒരിക്കൽ കല്ലറയ്ക്കൽ വെച്ച് യേശുവിനെ കാണുവാൻ മറിയ ഉയർപ്പിൻ ഞായറാഴ്ച അതിരാവിലെ സമയം വളരെ സങ്കടത്തോടെ വന്ന് യേശുവിനെ കാണാതെ നിൽക്കുന്ന ആ സമയത്ത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ഇടയ്ക്ക് മറിയേ എന്നൊന്ന് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ഒറ്റ വിളിയുടെ മുമ്പിൽ അവൾക്ക് കാര്യം മനസ്സിലായി. റെബൂനി എന്ന് പറഞ്ഞ് യേശുവിനോട് ഓടി അടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ ശബ്ദം നമുക്ക്, എൻ്റെ ശബ്ദം എനിക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് മനുഷ്യനെ സംബന്ധിച്ച്. കണ്ണിൻ്റെ കൃഷ്ണമണി ഒരാൾക്കുള്ളതുപോലെ ലോകത്തിൽ ആർക്കുമില്ല. കയ്യൊപ്പ് ഒരാൾക്കുള്ളതുപോലെ മറ്റാർക്കും ലോകത്തിൽ കയ്യൊപ്പില്ല. ശബ്ദം അതുപോലെ തന്നെ മറ്റാർക്കും ആ ശബ്ദമില്ല. അതുപോലെ തന്നെ മുടി, ലോകത്തിൽ ആർക്കും മറ്റൊരാളുടെ ഒരു മുടി പോലെ ആർക്കും മുടിയില്ല. അതുപോലെ തന്നെ മണം, ലോകത്തിലാർക്കും ആ ഒരു വ്യക്തിയുടെ മണമില്ല. ഒത്തിരി വ്യത്യസ്തനാണ് മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒറ്റ വിളിയുടെ മുമ്പിൽ മറിയ മനസ്സിലായി ഇത് യേശു കർത്താവ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, മറിയേ എന്ന് യേശു വിളിച്ചപ്പോൾ, ദൈവത്തിന് സ്തോത്രം, റബൂനി എന്ന് പറഞ്ഞവൾ ഓടിച്ചെന്നതിൻ്റെ കാരണം എന്താണ്? യേശുവിൻ്റെ ശബ്ദം കേട്ട് പരിചയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം പറയുന്നത്, ദൈവശബ്ദം കേൾക്കാൻ ഒരു ചെവി നമുക്ക് തുറന്നേ മതിയാകുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ആമേൻ നല്ലൊരു വിശ്വാസ ജീവിതം നയിപ്പാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് രക്ഷിക്കപ്പെടാത്ത ഏതൊരു മനുഷ്യനും ദൈവശബ്ദം കേൾക്കുമ്പോൾ അത് തിരിച്ചറിയാൻ, അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആത്മീക ചെവി മനുഷ്യന് ആവശ്യമുണ്ട്. അങ്ങനെ ആ ചെവി നമുക്ക് കേൾക്കാൻ കാത് കോർക്കുന്നെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, കാത് ഓർക്കുന്നെങ്കിൽ ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് കഴിയും. കേട്ടാലുള്ള പ്രയോജനം, ലോകത്തിൽ ഏതെല്ലാം നമ്മെ തകർത്ത് കളയും, ഇല്ലായ്മ ചെയ്യും, നശിപ്പിച്ച് കളയും എന്നൊക്കെ പറഞ്ഞ് നമ്മോട് അടുക്കുന്ന ഏത് ശത്രുവിൻ്റെ ശക്തികളിൽ നിന്നും അതിധൈര്യത്തോടെ അതിനെ ഓവർകം ചെയ്യുവാൻ ദൈവത്തിൻ്റെ അളവറ്റ കൃപ നമ്മിൽ വ്യാപരിക്കുന്നത് ദൈവശബ്ദത്തിന് മുമ്പിലാണ്. ദൈവത്തിന് സ്തോത്രമാകിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേൾക്കാൻ രാത്രിയിൽ കർത്താവ് അവനോട് സംസാരിച്ചതുപോലെ, നീ യെരുശലേമിൽ സാക്ഷീകരിച്ച പോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തിയ കേൾവിയാണ് പ്രതിസന്ധിയുടെ മുമ്പിൽ അദ്ദേഹത്തെ നിലനിർത്തിയ. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കാം. നമ്മുടെ കാഴ്ച, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച എങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നമുക്കുള്ളത്? നാം ഈ ലോകത്തെ ദർശിക്കുന്നു, വെറും ഭൗതികമായ നോട്ടം, ഭൗതികമായ കാഴ്ച. ഞാനൊരു വേദശകലം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു,
അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഉറക്കെ നിലവിളിച്ചു. ചെവി പൊത്തിക്കൊണ്ട് അവരൊന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു വന്ന് അവനെ നഗരത്തിൽ നിന്ന് പുറത്താക്കി കല്ലെറിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ദാസനായ സ്തേഫാനോസ് ഒരൊറ്റ പ്രസംഗം നടത്തി. ദൈവത്തിന് സ്തോത്രം. ആ പ്രസംഗത്തിൻ്റെ ഒടുവിൽ കേൾവിക്കാർ ആത്മാവിലായി എന്നല്ല, കോപപരവശരായി എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ അവൻ്റെ നേരെ പല്ല് കടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനെ കൊന്നുകളയേണ്ടതിന് പല്ല് കടിച്ചുകൊണ്ട് അവൻ്റെ നേരെ വരുമ്പോൾ ദൈവദാസൻ കണ്ടത് അവർ പല്ല് കടിച്ചുകൊണ്ട് അവൻ്റെ നേരെ കല്ലുകളുമായി വരുന്ന ആ കാഴ്ചയല്ല സ്തേഫാനോസ് കാണുന്നത്. പിന്നെയോ ദൈവത്തിന് സ്തോത്രം, അവൻ സ്വർഗത്തേക്ക് നോക്കി ദൈവമഹത്വം താൻ കാണുന്നു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രനായ യേശുക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ച നോക്കുക. നിങ്ങൾ ശ്രദ്ധിക്കൂ, എന്തുകൊണ്ട് സ്തേഫാനോസിൻ്റെ മുഖം വാടുന്നില്ല? എന്തുകൊണ്ട് ഒരു ഭീതി ഉളവാകുന്നില്ല? എന്തുകൊണ്ട് അതിധൈര്യത്തോടെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്തേഫാനോസ് നിൽക്കുന്നു? മറ്റൊന്നുമല്ല, അവൻ്റെ നോട്ടവും അവൻ്റെ കാഴ്ചയും ആത്മീയമായി സ്വർഗത്തേക്ക് നോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലുള്ള ചില കാഴ്ചകളോ വീക്ഷണങ്ങളോ നമ്മൾ കണ്ടുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം നമ്മൾ ക്ഷീണിച്ചു പോകുന്നവരല്ലേ, നമ്മൾ തളർന്നു പോകുന്നവരല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ലോകത്തെ നോക്കിക്കൊണ്ട് ഒരു കാഴ്ച കണ്ടിട്ട് തളർന്നു പോയ ഒരു ഗേഹസിയെ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായ ഏലീശയെ പിടിക്കാനായിട്ട് ദൈവത്തിന് സ്തോത്രം കടന്നു വന്ന ഒരു വലിയ സൈന്യം, ആ സൈന്യം മല നിറയെ, ദൈവത്തിന് സ്തോത്രം, മല നിറയെ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഗേഹസി കണ്ടത്. പക്ഷേ ദൈവത്തിൻ്റെ ദാസനോട് ചെന്ന് പറഞ്ഞപ്പോൾ മറുപടി പറയുകയല്ല ചെയ്തത്, പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ദൈവമേ നീ ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. ദൈവത്തിന് സ്തോത്രം. നോക്കുക, അപ്പം അടയപ്പെട്ട അല്ലെങ്കിൽ ആത്മീയമായ അടയപ്പെട്ട കണ്ണുകൊണ്ട് കണ്ടത് മലയുടെ ചുറ്റും ഒരു വലിയ സൈന്യം നിൽക്കുന്നതാണ്. അവരെ നശിപ്പിക്കേണ്ടതിനായി വന്ന സൈന്യത്തെയാണ് ഈ ഗേഹസി കാണുന്നത്. എന്നാൽ പ്രവാചകൻ കണ്ട കാഴ്ച അതല്ല. മല നിറഞ്ഞ് വലിയൊരു സ്വർഗീയ സൈന്യം തൻ്റെ ദാസനെ പരിരക്ഷിക്കേണ്ടതിന് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു വലിയ കാഴ്ച. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ശത്രു നമുക്കെതിരെ അണിനിരക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ പൈതലിന് സധൈര്യം നിൽപ്പാൻ കഴിയുന്നത്? മറ്റൊന്നുമല്ല, ദൈവം അവന് വേണ്ടി പരിപാലിക്കുന്ന പരിപാലനത്തിൻ്റെ കാഴ്ച, ആ ആത്മീക കാഴ്ച കാണാൻ കഴിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ആമീൻ, നിരാശപ്പെടാതെ അധൈര്യപ്പെടാതെ അവൻ ഉറച്ചു നിൽപ്പാൻ കഴിയും. ഇവിടെ നമ്മൾ വായിച്ചത് സ്തേഫാനോസിന് നേരെ അവർ പല്ല് കടിച്ചുകൊണ്ട് അവനെ കൊന്നുകളയേണ്ടതിന് ഓടിയെടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, സ്തേഫാനോസ് എന്താണ് ചെയ്തത്? അവൻ സ്വർഗത്തേക്ക് നോക്കി. ആമീൻ. ദൈവം മഹത്വം താൻ കണ്ടു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രനായ യേശുക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്നു. നോക്കുക, എന്താണ് യേശുക്രിസ്തു നിൽക്കുന്നോ? ആ ഒരു കാഴ്ച, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നുമല്ല, യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ തികച്ച ശേഷം മർക്കോസ് ഒടുവിലത്തെ അധ്യായത്തിലെ ഒടുവിലത്തെ വാക്യത്തിൽ അങ്ങനെ സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യേശു എഴുന്നേറ്റ് നിന്നത് ഇവിടെയാണ് നമ്മൾ പിന്നെ കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ച ദൈവത്തിൻ്റെ ദാസൻ കാണുകയാണ്. ഞാൻ പറഞ്ഞത്, എന്താണ് നമ്മുടെ കാഴ്ച? ഈ ഭൗതികമായ കാഴ്ചകളാണോ? ഈ ഭൂമിയിൽ നശിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ഓട്ടമാണോ നമ്മൾ ഓടുന്നത്? ഇതെല്ലാം ഇവിടെ നിസ്സാരമല്ലേ? ഭൗതികമായ കാര്യത്തിന് വേണ്ടി, നിസ്സാരമായതിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ഒരു ജയിലുകളിലൊക്കെ പറയാറുണ്ട്, ദൈവത്തിന് സ്തോത്രം, 100 കോടി സമ്പാദിച്ചു വെച്ച കലാഭവൻ മണി അതിനകത്തുനിന്ന് ഒരു തുകയെടുത്ത് തനിക്ക് തൻ്റെ കരൾ രോഗത്തിന് ചികിത്സിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം അത് അറിഞ്ഞു വന്നപ്പോഴത്തേന് സമയം കഴിഞ്ഞു, അത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 10,000 കോടി ഒരുക്കി വെച്ച നമ്മുടെ ജയലളിത നോക്കുക, 11,600 ചില്ലുവാന സാരികളൊക്കെ സ്വരൂപിച്ച് വെച്ചിരുന്ന ആ ജയലളിത എന്ത് കൊണ്ടുപോയി, എത്ര സാരി ചുറ്റിക്കൊണ്ടുപോയി?
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭൗതികമായി ഇവിടെ സമ്പാദിക്കുന്നതെല്ലാം ഇവിടെ തകർന്നടിയും. ആരും ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ പിന്നാലെ വരും. ദൈവത്തിന് സ്തോത്രം. ഞാനിത് എൻ്റെ വാക്കുകളിലൂടെ അധികം ദീർഘിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഓർക്കുക, ഒരു ആത്മീക കാഴ്ച നമുക്കുണ്ടാകട്ടെ, ഒരാത്മീക ചെവി നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുന്ന ചെവിയും, അവൻ നമ്മെ കാണിക്കുന്ന ആ സ്വർഗീയ ദർശനങ്ങളും ആത്മീക കാഴ്ചകളും കാണാൻ കഴിയുന്ന ഒരാത്മീക കണ്ണും നമുക്കിവിടെ ഉണ്ടെങ്കിൽ ഈ ക്രിസ്ത്യ ജീവിതം, ദൈവത്തിന് സ്തോത്രം, വിജയകരമായി ഈ ലോകത്തിൽ നമുക്കത് കഴിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പോടെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 50-ലധികം വർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുവാൻ ദൈവം എന്നെയും സഹായിച്ചു. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തെ സേവിക്കുന്നവരാരും ഇന്ന് വരെ ലജ്ജിതരായി തീർന്നിട്ടില്ല. ഒരാത്മീക കണ്ണ് നമുക്കുണ്ടെങ്കിൽ, ആത്മീകമായൊരു ചെവി നമുക്കുണ്ടെങ്കിൽ ദൈവശബ്ദം കേൾക്കാം, ആത്മീകമായ കാഴ്ചകളും ദർശനങ്ങളും കാണാം. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.